ഹായ് ഓൾ, ഇന്ന് ഞാൻ വീട്ടമ്മമാർക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളാണ് ഇട്ടിട്ടുള്ളത്. വീഡിയോ മുഴുവനായിട്ട് കാണുക. നമുക്ക് ഇറച്ചിയും മീനും ഒക്കെ കിട്ടുമ്പോൾ കുറച്ച് നാൾ കേടാവാതെ സൂക്ഷിക്കണമെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ളത് ഇങ്ങനെ പ്ലാസ്റ്റിക് കവറിൽ കുറച്ചാക്കിയിട്ട് കെട്ടിവെക്കുക. എന്നിട്ട് ഫ്രീസറിൽ വെച്ചാൽ നിങ്ങൾക്ക് എത്ര നാൾ വേണമെങ്കിലും ഇത് സൂക്ഷിക്കാം. എന്നാലും നമുക്ക് ഇറച്ചിയും മീനും ഒക്കെ സൂക്ഷിക്കുന്നതിന് ഒരു പരിധിയില്ലേ, അത്ര വരെ സൂക്ഷിക്കാം. ഒന്നും വരില്ല, ഫ്രഷായിട്ട് തന്നെ നിൽക്കും, കേടാവാതെ നിൽക്കും. ഇതുപോലെ ഒരു കണ്ടെയ്നർ ബോക്സിലിട്ടിട്ട് ഫ്രീസറിൽ വെച്ച് കൊടുത്താൽ മതി. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തരണേ. അടുത്ത ടിപ്സ്, നമ്മുടെ ചിക്കനിലുള്ള ഈ ഒരു ബ്ലഡ് കളറ് കൂടുതലായിട്ട് വരുന്നുണ്ടെങ്കിൽ അത് പോകാനായിട്ട് കുറച്ച് വിനാഗിരി ഒഴിച്ച് കഴുകിയെടുക്കുക. അടുത്ത ടിപ്സ്, നമുക്ക് പഴയ കത്രികക്ക് മൂർച്ചം കൂട്ടാനായിട്ട് ഇതുപോലെ മുട്ടത്തോട് ഇങ്ങനെ വെട്ടിക്കൊടുക്കുക. എത്ര പഴയ കത്രികയാണെങ്കിലും നല്ലോണം മൂർച്ചം വരും. ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്ത ടിപ്സാണ്, നമ്മുടെ വീട്ടിലുള്ള പഴയ നഖം വെട്ടിക്ക് മൂർച്ചം കൂട്ടാനായിട്ട് നമ്മൾ ഇതുപോലെ മുട്ടത്തോട് വെട്ടിയെടുക്കുക. നമ്മുടെ നഖം വെട്ടി പുതിയ നഖം വെട്ടി പോലെ ആയിത്തീരും. അടുത്തൊരു ടിപ്സാണ്, നമുക്ക് മുട്ടമാലയോ മുട്ടസുർക്കോ ഒക്കെ ഉണ്ടാക്കാനായിട്ട് മുട്ടയുടെ മഞ്ഞ വേർതിരിക്കേണ്ട അവസ്ഥ വരും. അപ്പോൾ മുട്ട മഞ്ഞ വേർതിരിക്കേണ്ട ഒരു ടിപ്സാണ്. ചില വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട്, വെള്ളത്തിൽ കൈമുക്കിയിട്ട് മഞ്ഞ എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പോരുന്നു. അത് സക്സസ് അല്ല, ഞാൻ ട്രൈ ചെയ്ത് നോക്കി. അടുത്തൊരു ടിപ്സാണ്, നമ്മൾ മഞ്ഞ എളുപ്പത്തിൽ നമുക്ക് വേർതിരിക്കാനായിട്ട് നമ്മളൊരു ബോട്ടിലെടുത്തിട്ട് ആ ഒരു മഞ്ഞ കരുവിൻ്റെ അടുത്ത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മഞ്ഞ കുപ്പിയുടെ അകത്തേക്ക് കയറി വരും. ഒട്ടും വെള്ളം ഇല്ലാതെ തന്നെ കയറി നല്ല നീറ്റായിട്ട് തന്നെ വരും. നിങ്ങൾ വീഡിയോയിൽ കാണുന്നില്ലേ? ഈ ഒരു ടിപ്സ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത ടിപ്സ്, ഇപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഭയങ്കര വിലയല്ലേ, അപ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയിൽ ഒരു സ്പൂൺ ഓയിലിൽ കുറച്ച് വപ്പടം അന്നത്തെ ആവശ്യത്തിനായിട്ട് പൊരിച്ചെടുക്കാം. അതിനായിട്ട് വപ്പടം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ട് പൊരിച്ചെടുക്കുക. വെളിച്ചെണ്ണയ്ക്ക് വില എത്രയാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അവർ വെളിച്ചെണ്ണയ്ക്ക് വില കൂട്ടുമ്പോൾ നമ്മൾ ഇതുപോലത്തെ കുറച്ച് കുഞ്ഞു ടിപ്സുകൾ ഒക്കെ ഉപയോഗിച്ചാൽ നമുക്ക് ഒരുപാട് ലാഭിക്കാം. അങ്ങനെ ഞാനിവിടെ വപ്പടമൊക്കെ മുഴുവനായിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു ടിപ്സ് വീട്ടമ്മമാർക്ക് ഒരുപാട് യൂസ്ഫുൾ ആവും. ഇഷ്ടമായെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് മറക്കണ്ട. അടുത്തൊരു ടിപ്സ്, നമുക്ക് എണ്ണ കുറച്ചിട്ട് എങ്ങനെ മീൻ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ കൊഴുവ നെത്തലാണ് എടുത്തത്. ഒരു ഫ്രൈ പാനിലോട്ട് ഞാൻ കുറച്ച് ഓയിൽ, ഒരു സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ഓയിൽ ചേർത്ത ആ ഒരു ഭാഗത്തേക്ക് മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ഒന്ന് തീ ഫുള്ളിലിട്ടിട്ട് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇത് ഇളക്കി ഇട്ട് കൊടുക്കുക. എന്നാൽ ഇത് ഒന്ന് മൊരിഞ്ഞ് വരും. അപ്പോൾ നമുക്ക് മീൻ ഫ്രൈ ഇവിടെ റെഡിയായി കിട്ടും. ഒരുപാട് വെളിച്ചെണ്ണയൊന്നും ഉപയോഗിച്ചില്ലെങ്കിലും നമുക്ക് മീൻ പൊരിച്ചിട്ട് കൂട്ടാം. ഇതുപോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെളിച്ചെണ്ണ ഒരുപാട് ലാഭിക്കാൻ കഴിയും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് മറക്കണ്ട, കമൻറ്റും ചെയ്യുക. അങ്ങനെ ഞാനിവിടെ മീൻ മുഴുവനായിട്ടും പൊരിച്ചെടുത്തിട്ടുണ്ട്. അടുത്ത ടിപ്സുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബായ്.